LDF വിരുദ്ധ വികാരമാണെങ്കിൽ 7 ജില്ലാ പഞ്ചായത്തൊന്നും ജയിക്കില്ലല്ലോ. നമ്മളിപ്പോൾ ഓരോ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഉൾപ്പെടെ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് നോക്കിയാലേ അതൊക്കെ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ വീക്ഷണത്തിൽ തന്നെ 7 ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിത്തറ തകർന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണല്ലോ. നല്ല രീതിയിലാണ് ഈ രീതിയിലുള്ള കാര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. അതെ അതെ, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനമായിരുന്നില്ലേ? തുടർ ഭരണത്തിൽ ഗവൺമെൻറ്റിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നില ഉണ്ടായല്ലോ. അതൊക്കെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്നിപ്പോഴെല്ലാവരും അംഗീകരിച്ചതാണ്. അതുകൊണ്ട് ഫലപ്രദമായ രീതിയിൽ തന്നെയാണ് ഗവൺമെൻറ് പ്രവർത്തനം മുന്നോട്ടേക്ക് നയിച്ചത്. അത് അത്രത്തോളം എങ്ങനെയാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇല്ല, അതൊന്നും അംഗീകരിക്കുന്നതൊന്നുമല്ല. യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, സേവന പ്രവർത്തനങ്ങളാണ്. സാധാരണ മനുഷ്യർക്ക് നൽകുന്ന ആശ്വാസ നടപടികളാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടും അതിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി വെച്ചുകൊണ്ടല്ലേ നമുക്ക് നിലപാട് സ്വീകരിക്കാനാവുള്ളൂ. അത് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അവർക്ക് ഇന്നേ വരെ 45 ഉറുപ്പികയിൽ നിന്ന് 2000 ഉറുപ്പികയായിട്ട് പെൻഷൻ വർദ്ധിപ്പിച്ചതും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് വളരെ ഫലപ്രദമായ രീതിയിലൊരു ആനുകൂല്യം പ്രഖ്യാപിച്ചതൊക്കെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ അത് സാമ്പത്തിക പരാധീനത കൊണ്ടാണ് അത് നടപ്പിലാക്കാൻ പ്രയാസം വന്നത് എന്നുള്ളതും ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് തന്നെയാണ്. അല്ല, BJPയുടെ പഞ്ചായത്തുകളാണ് അതൊക്കെ. ആ പഞ്ചായത്തുകളാണ് പോയത്. മുനിസിപ്പാലിറ്റിയും പോയി, പഞ്ചായത്തും പോയി. ശബരിമലയുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.